ലവിനൊരു വാല്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത രീതിയിലേക്കാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ്. അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ളത് ഇതിൽ ആ കൂടെ മ്യൂസിക്കും അതുപോലെ തന്നെ കോമഡി സീൻസും. പക്ഷേ എനിക്ക് ഇതിൽ ഇമോഷൻസ് ഒട്ടും വർക്കായില്ല. ഭയങ്കര വീക്കായിരുന്നു. ഇല്ല ഒട്ടും കണക്ട് ആയില്ല. അത് ഭയങ്കര വീക്കായിട്ട് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. അതർവൈസ് നോക്കുമ്പം ഇതൊരു എടുത്തു പറയാനായിട്ട് വലിയ സംഭവങ്ങളോ സൂര്യയുടെ ആസ് യൂഷ്വൽ ഉള്ളതെല്ലാം അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒരു ടൈം പാസിന് വേണ്ടി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെ, അല്ലാതെ അങ്ങനെ വെറുപ്പിച്ചൊന്നുമില്ല ഒരിടത്തും. ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു കൂൾ മൂഡിൽ കണ്ടുകൊണ്ടിരിക്കാം. പ്രദീപിന്റെ ഒരു വ്യത്യസ്തമാണോ അതോ സ്ഥിരം ടെംപ്ലേറ്റ് ആണോ? സ്ഥിരം ആ ടൈപ്പ് തന്നെയാണ്. എൻജോയ് ചെയ്യാൻ പറ്റും. എമോഷൻസ് കണക്ട് ആവുന്നുണ്ടോ? കണക്ട് ആവുന്നുണ്ട്. പക്ക നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുമോ? എക്സ്പെക്ട് ചെയ്ത ആ ഒരു സംഭവം തന്നെ കിട്ടിയായിരുന്നു. പ്രദീപിന്റെ ആക്ച്വലി മൂവീസ് ഒക്കെ കൊള്ളാം. അതേപോലെ തന്നെ നല്ല മൂവിയാണ്. അതേ കണക്കിന് സ്ഥിരം ടെംപ്ലേറ്റ് ആണോ അതോ സെയിം ടെംപ്ലേറ്റ് അല്ല, ഡിഫറെന്റ് സ്റ്റോറീസ്. ഇമോഷൻസ് ഒക്കെ കണക്ട് ആവുന്നുണ്ട്. പക്ക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണോ? അപ്പൊ ലോജിക് ഒക്കെ നോക്കാതെ പോയി കാണോ അതോ ലോജിക് ഒക്കെ ഉണ്ടോ? എസ് ജെ സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല മൂവിയാണ്. ഒരു ഡൂഡ് പടം മിക്സഡ് ആണ്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. പക്ഷേ അതൊരു എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രദീപ് വീണ്ടും താഴ്ചയിലോട്ട് തന്നെയാണ് പോയത്. ഒരു ലവിനൊരു വാല്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത രീതിയിലേക്കാണ് പടം എടുത്ത് വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഹാഫും കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് ഹാഫ് അല്പം കൂടെ കൊള്ളാമെന്ന് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് വെറും ക്രിഞ്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അനിരുദ്ധിന്റെ മ്യൂസിക് എനക്കനെ പാട്ട് മാത്രം അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയത്. ബാക്കി എല്ലാം വെറും ബെസ്റ്റാണ്. ഫാന്റസി എലമെന്റ് വർക്കാവത്തില്ല. ഈ ഒരു ഫാന്റസി എലമെന്റ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആക്കാൻ വേണ്ടി നോക്കി. 2040 കഥയെന്ന് പറഞ്ഞിട്ട് നോർമൽ ടിപ്പിക്കൽ ലവ് പോലെ അതിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഒരു ആപ്ലിക്കേഷൻ ലവ് തീരുമാനിക്കുന്നത് എന്തിന് എന്നാണ് കാണിക്കുന്നത്. അതിനെ വെച്ച് എസ് ജെ സൂര്യയൊക്കെ വെറും വേസ്റ്റ് റോളാണ്. VFX ഒക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഭയങ്കരമാണെന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഒരു ഓക്കേഷനേക്കാൾ താഴെ ഫീൽ, അത്രേ ഉള്ളൂ. ഇല്ല, തിയേറ്റർ വാച്ചിന് സാധാരണ പ്രദീപിന്റെ എല്ലാ പടങ്ങളിലും ഒരു മോശം പടമാണെങ്കിൽ പോലും എന്റർടൈൻമെന്റ് ഫാക്ടർ കാണും. ഇതിലതില്ല. അത് ഉണ്ടെങ്കിൽ പോലും നമുക്കൊന്നും ക്രിഞ്ച് ടൈപ്പിലാണ് ചെയ്യുന്നത്. മെയിനായിട്ട് തന്നെ ഒരുമാതിരി കോമഡികളൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ വരുള്ളൂ എന്നുള്ളൊരു ഫീൽ വരുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കരമായിട്ടൊന്നുമില്ല. നല്ല പടമായിരുന്നു. എമോഷൻസ് കണക്ട് ആവുന്നുണ്ടോ? അതെ, റൊമാൻറ്റിക് കോമഡി പടമാണ്. പക്ക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ്. VFX ഒക്കെ നല്ല കിടലാടി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം. എസ് ജെ സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല അഭിനയം, നല്ല പരിപാടി, കിടല പടമാണ്. സ്റ്റോറിയൊക്കെ പക്ക പ്രെഡിക്റ്റബിൾ ആണോ അതോ? അല്ല ബ്രോ, സെയിം പാറ്റേൺ തന്നെയാണ്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് പടമായിരിക്കും. പക്ക എന്റർടൈൻമെന്റ് ആണ്. എന്റർടൈൻമെന്റ് പടമാണ്. കൊടുത്ത പൈസക്ക് വർത്താണ്. അതെ, 2.5 മണിക്കൂർ ലാഗ് ഇല്ലാതെ കാണാം. നൈസ് പടം. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. പക്ക എമോഷൻസ് ഒക്കെ കണ്ട് കാണാൻ പറ്റും. പക്ക ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ്. നമുക്ക് ഭയങ്കര ഇതായിട്ട് ലോജിക് ഒക്കെ വെച്ച് കണ്ടാ ഇഷ്ടപ്പെടുമോ? കാണാൻ നല്ല അടിപൊളിയാണ്. എസ് ജെ സൂര്യക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എസ് ജെ സൂര്യയുടെ അഭിപ്രായം കൊള്ളാം. നല്ല പ്രദീപ് സ്ഥിരം ഒരു ഇതാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. സൂര്യയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രദീപോ കൊള്ളാം, നല്ല